ദുബായ് കിരീടാവകാശിയെ ഇറക്കിക്കൊണ്ട് ഒന്നൊന്നര കളി കളിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. അതിനായി ഡൽഹിയിൽ വിമാനമിറങ്ങിയ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ സ്വീകരിക്കാൻ സുരേഷ് ഗോപിയെ മോദി നേരിട്ട് അയച്ചിരിക്കുകയാണ്. മുസ്ലിം വിരുദ്ധതയാവോളം BJP കുത്തി നിറയ്ക്കുമ്പോൾ തന്നെ ഇതേ മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ദുബായിയുടെ അടുത്ത കിരീടാവകാശിയെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ കേരളം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സുരേഷ് ഗോപി ഇത്തവണ വിജയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതേ സുരേഷ് ഗോപിയെ വരവേൽപ്പിക്കാൻ അയക്കുമ്പോൾ അത് കേരളത്തിൽ വലിയ വാർത്തയാകും. ഇവിടെ മലപ്പുറത്തെ വലിച്ചുകീറി വെള്ളാപ്പള്ളി ഒരു വശത്ത് ഒട്ടിച്ചു തീർത്ത വിഭാഗീയത വഴി വോട്ട് ബാങ്കിലേക്ക് ഈഴവ വോട്ടുകളുടെ എണ്ണം പെരുപ്പിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്ലാൻ ബി. ദുബായിലെയും ഇന്ത്യയിലെയും ഒക്കെ മുസ്ലിങ്ങൾ മോദിക്ക് പ്രിയപ്പെട്ടവർ എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമുള്ള നീക്കം. കാരണം വഖഫ് പാസാക്കിയത് കേരളത്തിലടക്കം ഇന്ത്യയിലാകമാനം മുസ്ലിങ്ങളെയും മതേതരവാദികളെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സമയത്ത് അതിനൊക്കെയുള്ള ഒരു മറുമരുന്ന് കൂടിയാണിത്. അങ്ങനെ മാത്രമേ ദുബായ് ഉപപ്രധാനമന്ത്രിയുടെ വരവിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹംദാമിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് പറയുന്നത്. വമ്പൻ വരവേൽപ്പുമാണ് മോദി ഷെയ്ഖ് ഹംദാന് നൽകിയതും. മലയാളികളുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലാണ് അദ്ദേഹം വിമാനമിറങ്ങിയത്. അതാണ് ഇവിടുത്തെ മറ്റൊരു BJP തന്ത്രം. മലയാളികൾ ഏറെയുള്ള ഒരു വിദേശ രാജ്യത്തെ ഉപപ്രധാനമന്ത്രിയെ അതേ മലയാളികളുടെ അകമ്പടിയോടെ സ്വീകരിക്കുക. അതിനായി തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിയെ വരവേൽപ്പിക്കാനായി അയക്കുക. ഇതെല്ലാം 2026 EVMൽ പതിയേണ്ട വോട്ട് എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. സുഖിപ്പിക്കലിന്റെയും വെള്ളപൂശലിന്റെയും രാഷ്ട്രീയം, മോദിയുടെ തലയിൽ തെളിഞ്ഞ നല്ല ഒന്നാം തരം പച്ചയായ കപട രാഷ്ട്രീയം. അതാണ് ഷെയ്ഖ് ഹംദാൻ എന്ന ദുബായ് കിരീടാവകാശിക്ക് മുൻപിൽ നടന്ന ചെണ്ടമേളം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുമ്പോൾ അങ്ങ് കേന്ദ്രത്തിൽ നിന്നുമാണ് പദ്ധതികൾ ഓരോന്നോരോന്നായി രൂപം കൊള്ളുന്നത്. ഇവിടെ ഇപ്പോൾ 3 കാര്യങ്ങൾ BJP ചെയ്ത് കഴിഞ്ഞു. 1. സുരേന്ദ്രനെ എടുത്തു കളഞ്ഞ് ഗ്രൂപ്പ് വിഭാഗീയതകൾക്ക് മാന്യം കുറിക്കാൻ രാജീവ് ചന്ദ്രശേഖരെ ഇറക്കി. 2. വഖഫ് ബിൽ പാസാക്കുകയും അത് മുനമ്പത്തേക്ക് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെ BJPയോടൊപ്പം ചേർക്കാനുള്ള പണിയും ചെയ്തു വെച്ചു.